ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ഇന്നലെയായിരുന്നു CP ജോണിന്റെ ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം ഉണ്ടായിട്ടുള്ളത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഗതാഗത മന്ത്രി സ്ത്രീകളെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത്. പ്രധാനമായും പറയുന്നത് പ്രിയദർശിനി ബസ്സിൽ ആളുകൾ കയറുന്നത് വെറുതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയത് കൊണ്ടാണ്. നേരെ മറിച്ച് ഈ സ്ത്രീകളടക്കമുള്ളവർ അവരുടെ മക്കളെ പ്രൈവറ്റ് സ്കൂളിൽ വലിയ പണം നൽകിക്കൊണ്ട് പഠിപ്പിക്കുന്നു. കൂടാതെ തന്നെ ഈ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന അതേ സ്ത്രീകൾ ഈ കുടുംബത്തിൽ ഒരു അസുഖം വന്നാൽ നേരെ സർക്കാർ ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ വരാന്തയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ഞെട്ടിപ്പിക്കുന്നു. ഇത്തരം ആളുകളുടെ ഒരു പെരുമാറ്റം തന്നെ ഞെട്ടിപ്പിക്കുന്നു. കേരള പൊതുസമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് CP ജോണിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ സ്ത്രീകളുടെ ദാരിദ്ര്യം മൂലമാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്ത് വിജയിച്ചത് എന്ന തരത്തിലുള്ള പ്രസ്താവനയും മന്ത്രി നടത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ വിവരങ്ങൾ നൽകിയത്. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ പക്ഷേ സ്വകാര്യ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നു എന്നുള്ളതാണ് CP ജോണിന്റെ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം.